ഹലോ ഫ്രണ്ട്സ്, മമ്മിയൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് വട്ടം അഡ്മിറ്റ് ആയതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു നേരത്തെ കഞ്ഞിയും അച്ചാറും നമുക്ക് കിട്ടുന്ന ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വലിയൊരു കാര്യമാണെന്ന് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുഞ്ഞായിട്ട് ഞാൻ കുറച്ച് ഫുഡൊക്കെ വാരി കൊടുത്ത് അവൻ്റെ ഒരു ചെറിയ ടിഫിനൊക്കെ പ്രിപ്പയർ ചെയ്ത് ആ കൂട്ടത്തിൽ അച്ചാച്ചനും 11 മണി വരെ അവിടെ ഇരിക്കേണ്ടതുകൊണ്ട് ഞാൻ വൻപയറും അതുപോലെ ചോറും മുട്ട പൊരിച്ചതും അച്ചാറും ഒക്കെ ഇട്ട് പെട്ടെന്നൊരു പൊതി പ്രിപ്പയർ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ ആ പൊതിയാണ് രാത്രി ഞങ്ങൾ രണ്ടുപേരും കഴിച്ചത്. കാരണം ഹോസ്പിറ്റൽ അഡ്മിഷൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ടൈമിൽ നമുക്കവിടെ ഫുഡിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം മുഴുവൻ ഞാൻ NPOയിലായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം അച്ചാച്ചൻ്റെ ബ്രദറും വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ നല്ല സപ്പോർട്ടീവായിട്ട് കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കിനി കുറേ ദിവസത്തിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി ഞാൻ ആ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ട് പോയത്. എനിക്കറിയാം ഇല്ലാത്ത സമയത്ത് വീട്ടുകാരൊന്നും കൂടെ ഇല്ലാത്ത സമയത്ത് ഉറപ്പായിട്ടും അവർക്ക് ടെൻഷനായിരിക്കുമല്ലോ, കൂടാതെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും എല്ലാം ഓർത്തിട്ട്. അപ്പം അങ്ങനെ നമ്മളൊന്ന് സമാധാനത്തിൽ സെറ്റ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ പിറ്റേ ദിവസത്തേന് എൻ്റെ ഫ്രണ്ട് കെസ്സിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു നേരത്തേന് നമുക്കുള്ള കഞ്ഞിയും ചോറും ഒക്കെ, എനിക്ക് കഞ്ഞിയും അച്ചാച്ചന് ചോറും അതിൻ്റെ കൂടെ ചമ്മന്തിയും മോരും മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ 2 നേരമായിട്ട് കഴിച്ചു. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയ വഴിക്ക് അച്ചാച്ചൻ എനിക്ക് നല്ല ചൂട് വടയൊക്കെ മേടിച്ച് തന്നു കേട്ടോ. ടെൻഷൻ ഫ്രീ ആയിട്ട് കൂളായിട്ട് കൊണ്ടുപോയി എന്നെ. അങ്ങനെ നമ്മളിനി 2-3 ദിവസം കഴിഞ്ഞേ കാണുള്ളൂ. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, സീ വിത്ത് അനദർ വീഡിയോ. അങ്ങനെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാൻ ഉള്ളൊരു കാര്യങ്ങളാണല്ലോ.